ഈ ഞങ്ങളുടെ ഈ കോലിയക്കോട് എന്ന് പറയുന്ന ഗ്രാമത്ത് ചെന്ന് ഒരു വഴി ചെന്ന് തൊടുന്നത് MC റോഡിലാണ്. MC റോഡിലേക്ക് വലിയ ദൂരം ഇല്ല. 1937 ഈ MC റോഡിൽ ഞങ്ങളുടെ ചെന്ന് ചേരുന്ന MC റോഡ് വഴി ഗാന്ധിജി സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാജാവിനെ നന്ദി അറിയിക്കാൻ വന്ന് അദ്ദേഹം കന്യാകുമാരിയിലൊക്കെ പോയി തിരിച്ച് വൈക്കത്തും അമ്പലപ്പുഴയിലേക്കും പോകുന്ന വഴിയിലാണ് അദ്ദേഹം ഈ MC റോഡ് വഴി സഞ്ചരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തൊട്ടടുത്തൊരു ഒരു കുന്നിൽ നിന്നിട്ട് മറ്റൊരു കുന്നിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മറ്റൊരു സ്കൂളുണ്ടായി. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പിന്നീട്. അതായത് ഗാന്ധിജി ചൂണ്ടിയ കുന്നിൽ ഒരു സ്കൂളുണ്ടായി. ആ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എപ്പോഴും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ നാട്ടിലെ വായനക്കാർ, വളരെ സാധാരണക്കാരായ മനുഷ്യർ, അത് കർഷക തൊഴിലാളികളായ മനുഷ്യർ, ചുമടെടുക്കാൻ പോകുന്നവർ, ചന്തയിൽ പോകുന്നവർ, അത്തരം മനുഷ്യരെല്ലാം കൂടി ചേർന്ന് ഒരു പിരിവെടുത്തിട്ട് ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ നിന്ന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കെട്ടിടം മാത്രമായി അവിടെ ഇരുന്ന് പോകും. അതിൻ്റെ അകത്ത് കുറച്ച് പുസ്തകങ്ങൾ, ജീവനില്ലാത്ത പുസ്തകങ്ങളുമായിട്ട് അവിടെ ഇരുന്ന് പോകും. അതൊരു പുസ്തകങ്ങളുടെ ഒരു ശവക്കൂന എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് ഈ പുസ്തകങ്ങൾക്കൊരു ജീവൻ വേണമെങ്കിൽ അതിൽ മനുഷ്യർ ചെന്ന് തൊടുകയും അത് വായിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ജനിച്ചത് കോലിയക്കോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. കോലിയക്കോട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കുറച്ച് റിമോട്ടായിട്ടുള്ളൊരു ഗ്രാമമാണ്. അന്ന് നമുക്ക് വലിയ കൗതുകങ്ങളൊന്നും ഇല്ല, പുറമേക്ക് വലിയ കൗതുകങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകമാണ്. പക്ഷേ നമ്മുടെ ഈ വീടിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഒരു ചെറിയൊരു, ഞങ്ങളിവിടെ പറയുന്ന തടമെന്നാണ്, അതായത് ചെമ്മൺ പാത എൻ്റെ മുകളിൽ കൂടി ഉണ്ട്. അപ്പോൾ ഈ ചെമ്മൺ പാതയാണ് നമ്മുടെ ലോകം. അതിൽ പോകുന്ന ആൾക്കാരുണ്ട്, അതിൽ പോകുന്ന ഈ സിനിമയെ പറ്റിയുള്ള അറിയിപ്പ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോകുന്ന അത് സിനിമയുടെ നോട്ടീസൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അന്ന് വലിയൊരു നിധിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ നോട്ടീസ് വായിക്കുമ്പോഴത്തേക്ക് സിനിമയുടെ ചെറിയൊരു കഥയൊക്കെ കിട്ടും. അപ്പോൾ സിനിമ അന്ന് വലിയ ലക്ഷറിയാണ് അന്ന്. ഈ സിനിമയുടെ ബാക്കി നമ്മുടെ കഥയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അന്നത്തെ വലിയൊരു കൗതുകങ്ങളിലൊന്നായിരുന്നു. ഇതാണ് നമ്മുടെ ലോകം. അതിലെ പോകുന്ന ചിലപ്പോഴും ഒരു ലോറി ഉണ്ടാവും. പിന്നെ എന്ന് പറയുന്നത് തിരക്കില്ലാത്ത മനുഷ്യരാണ്, സൈക്കിളിലൊക്കെ പോകുന്നവരാണ്. ഈ പെട്ടെന്ന് സൈക്കിളിൽ പോകുന്ന ഒരാൾ, പരിചയക്കാരൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇറങ്ങി അയാളോടൊപ്പം വർത്തമാനം പറഞ്ഞു പോകുന്ന ആളാണ്, ഇല്ലെങ്കിൽ അയാളെ കൂടി പുറകിൽ കയറ്റിയിരുത്തി ചവിട്ടി പോകുന്നവരാണ്. അങ്ങനെ ധൃതിയില്ലാത്ത മനുഷ്യരാണ്. പിന്നെയെന്ന് പറയുന്നത് ചുറ്റുപാടും എല്ലാവരും ഇങ്ങനെ സഹകരിച്ച് പോകുന്നവരോ മിണ്ടിപ്പറങ്ങി പോകുന്നവരോ ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗ്രാമമാണല്ലോ. അതിൻ്റേതായ പരിചയങ്ങളെല്ലായിടത്തും ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഈ കഥ പറയാൻ താല്പര്യമുള്ള മനുഷ്യർ, അത് വലിയൊരു എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ കഥ പറയാനായിട്ട് പറയുന്നവരൊന്നും അല്ല ഇതൊന്നും. അവർ വന്നിരുന്നിട്ട് പറയുന്നതിൽ ഉണ്ടായി വരുന്ന കഥകളാണ്. അങ്ങനെ വലിയൊരു കഥ ഞാൻ കുട്ടിക്കാലത്ത് കേട്ടതെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് 2 കുന്നുകളുണ്ട്. ഒന്ന് മാറാംകുന്നെന്നാണ് ഒരു കുന്നിൻ്റെ പേര്, മറ്റൊന്ന് മണിമലക്കുന്ന്. ഈ 2 കുന്നിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ഈ ഗ്രാമം എന്ന് പറയുന്നത്. ഈ മണിമലക്കുന്നിലും മാറാംകുന്നിലും തിരുവിതാംകൂർ രാജാക്കന്മാർ അവരുടെ വലിയ അമൂല്യമായ സ്വത്ത്, അതായത് സ്വർണവും വൈഡൂര്യവും ഒക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കഥ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണ്. തിരുവിതാംകൂറും ആക്രമിക്കുമെന്നുള്ളൊരു പേടി തിരുവിതാംകൂറിലെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. പെരിയാറിൽ വെള്ളം പൊങ്ങി, അത് മറ്റൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തിരിച്ചു പോയി എന്നുള്ളത്. ഇവർ കൊണ്ടുവന്ന് ഈ സ്വത്ത് കുഴിച്ചിട്ടു എന്നുള്ളതൊരു കഥയായിട്ട് അവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ കഥകളുടെ ഈ ആളുകൾ കുറച്ചുകൂടി അതിനെ കുറച്ചുകൂടി സ്വാഭാവികമാക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ വീണ്ടും കഥയുണ്ടാവും.
അതെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു കച്ചവടക്കാരൻ നെടുമങ്ങാട് ചന്തയിലാണെന്ന് പ്രധാനപ്പെട്ട കച്ചവടമൊക്കെ നടക്കുന്നത്. അങ്ങനെ അദ്ദേഹം കാളവണ്ടി തെളിച്ച് പോയി. തിരിച്ച് ഈ മണിമലക്കുന്ന് കഴിഞ്ഞ് മാറാങ്കുന്നിൻ്റെ ചുവട്ടിൽ കൂടിയാണ് ഇദ്ദേഹത്തിന് വരേണ്ടത്. ഒറ്റയ്ക്കാരും സഞ്ചരിക്കാത്ത വഴിയാണ്. ഇദ്ദേഹം വന്നപ്പോൾ രാത്രിയായിപ്പോയി, വലിയ മഴക്കാലവുമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ മാറാങ്കുന്നിൻ്റെ ചുവട്ടിൽ കൂടി പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാളവണ്ടി നിന്നുപോയി. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഭയമായി. എന്താണ്, ഭൂതപ്രേത പിശാചുക്കളൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ്. എന്തായാലും ധൈര്യം സംഭരിച്ച് അദ്ദേഹം അതിൻ്റെ വിളക്കൊക്കെ എടുത്ത് താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചക്രം ഒരു കുഴിയിൽ ആണ്ടുപോയിരിക്കുകയാണ്. എന്നിട്ട് ഈ തള്ളി ഈ കാളവണ്ടിയുടെ ചക്രം കയറ്റുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ കുഴിയിൽ നിന്ന് ഒരു നിധികുംഭം ഉയർന്നു വന്നു എന്നുള്ളതാണ്. അത് ഈ രാജാക്കന്മാർ കൊണ്ട് കുഴിച്ചിട്ട നിധിയാണ്. എന്ന് മാത്രമല്ല, ഈ മാറാങ്കുന്നിൻ്റെ ഒരു ചരിവിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് കിടാരക്കുഴി എന്നാണ്. കിടാരം എന്ന് പറഞ്ഞാൽ ചെമ്പ് പാത്രത്തിനെയാണ് നമ്മൾ കിടാരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരിക്കലും വറ്റാത്തൊരു അരുവിയുണ്ട്. അത് നിന്ന് ഒരു കുളത്തിൽ ചേരും. ഒരിക്കലും വറ്റാത്ത കുളമാണ്. പക്ഷേ അതൊരിക്കലും കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നു പറഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു എണ്ണമയം കളഞ്ഞ ഓരെന്ന് ഞങ്ങൾ പറയും. ഈ ഓരിങ്ങനെ കെട്ടിക്കിടക്കും. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഈ ചെമ്പ് കിടാരങ്ങളിലാണെന്ന് രാജാക്കന്മാർ കൊണ്ട് ഈ സ്വർണവും വൈഡൂര്യമൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത്. അതിൽ തട്ടിയിട്ടാണ് ഈ വെള്ളം വരുന്നത്. അങ്ങനെ ഈ അത്ഭുതപ്പെടുത്തുന്ന കഥകൾ ഉണ്ടാക്കുന്ന മനുഷ്യരുടെ ഒരു നാടായിരുന്നു. അപ്പോൾ ഇത്തരം കഥകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കഥകളും കയറി പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ വീട്ടിൽ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പോൾ ചെറിയൊരു ലൈബ്രറി ഉണ്ട് വീട്ടിൽ. അന്ന് കിട്ടിയിരുന്ന പുസ്തകങ്ങളെന്ന് പറയുന്നത് റഷ്യയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, മനോഹരമായ പേപ്പറിൽ അച്ചടിച്ച മനോഹരമായ ചിത്രങ്ങളോടുകൂടിയുള്ള സോവിയറ്റ് പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകങ്ങൾ കിട്ടിയിരുന്നു. അതിൽ മറക്കാനാവാത്തൊരു പുസ്തകം എന്ന് പറയുന്നത് കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറയുന്ന വി സുത്യേവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ പുസ്തകമാണ്. അതിലാണ് ഈ താറാക്കുഞ്ഞും കോഴിക്കുഞ്ഞും ഒക്കെ മുട്ട വിരിഞ്ഞ് വരികയും രണ്ടുപേരും കൂടി നടക്കാൻ പോവുകയും താറാവിൻ്റെ കുഞ്ഞ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അനുകരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര തുടരുമ്പോഴത്തേക്ക് വെള്ളം കണ്ടിട്ട് താറാവിൻ്റെ കുഞ്ഞ് നീന്താൻ പോകുന്നുണ്ട്. ഉടനെ തന്നെ കോഴിയുടെ കുഞ്ഞും നീന്താനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും നിലവിളിക്കുകയും താറാവിൻ്റെ കുഞ്ഞ് ഈ കോഴിയുടെ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ച് കരയിലേക്ക് കൊണ്ടുവിടുന്ന മനോഹരമായ ചിത്രമാണ്. എന്നിട്ട് വീണ്ടും താറാവിൻ്റെ കുഞ്ഞ് പറയുന്നു, ഞാൻ നീന്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഈ കോഴിക്കുഞ്ഞ് ഓടിക്കളയാണ്, ഞാനില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഈ മാന്ത്രിക വടി, ഒരു കരടിയും മുയലും കൂടി ഒരു മാന്ത്രിക വടിയുമായി സഞ്ചരിക്കുന്നതിൻ്റെ കഥ അത്ര നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും എന്താണ്, ആ ചിത്രങ്ങളും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്ന കഥകളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിച്ച് കുറേ നാൾ പോകുമ്പോഴത്തേക്ക് ഇതൊന്നും അങ്ങോട്ട് ഇതല്ലല്ലോ, കുറച്ചും കൂടി വേണമല്ലോ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ലൈബ്രറിയിലേക്കുള്ള സഞ്ചാരം തുടങ്ങുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഗ്രന്ഥശാല, സരസ്വതി മന്ദിരം എന്ന് പറയുന്ന ഗ്രന്ഥശാല 1945 ഈ ഗ്രന്ഥശാല തുടങ്ങുന്നത്. ഞങ്ങളുടെ ഈ കോലിയക്കോട് എന്ന് പറയുന്ന ഗ്രാമത്ത് ചെന്ന് ഒരു വഴി ചെന്ന് തൊടുന്നത് MC റോഡിലാണ്. MC റോഡിലേക്ക് വലിയ ദൂരം ഇല്ല. 1937 ഈ MC റോഡിൽ ഞങ്ങളെ ചെന്ന് ചേരുന്ന MC റോഡ് വഴി ഗാന്ധിജി സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ രാജാവിനെ നന്ദി അറിയിക്കാൻ വന്ന് അദ്ദേഹം കന്യാകുമാരിയിലൊക്കെ പോയി തിരിച്ച് വൈക്കത്തും അമ്പലപ്പുഴയിലേക്കും പോകുന്ന വഴിയിലാണ് അദ്ദേഹം ഈ MC റോഡ് വഴി സഞ്ചരിക്കുന്നത്. അപ്പോഴവിടെ ഒരു കോട്ടപ്പുറം കുന്ന് എന്ന് പറയുന്നൊരു കുന്നുണ്ട്. വലിയ സ്ഥലമാണ്, ഒരു കുന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഗാന്ധിജി വന്നിട്ട് സംസാരിച്ചു. അവിടുത്തെ അന്നത്തെ കോൺഗ്രസ്സുമായിട്ട് പ്രവർത്തിച്ചിരുന്ന അവിടുത്തെ പ്രവർത്തകരെല്ലാം കൂടിയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനമില്ലാതിരുന്ന ജനങ്ങളെയും കൂട്ടി അവിടെ നിന്ന് നടന്നു പോയി തൊട്ടടുത്തൊരു പിരപ്പൻകോട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട്, അവിടേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറ്റ്നാടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു സ്ഥലവും, അതായത് 2 ക്ഷേത്രങ്ങളിലേക്ക് ഗാന്ധിജി ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്ത് സഞ്ചരിക്കുകയും ക്ഷേത്രത്തിലേക്ക് അതുവരെ പ്രവേശനമില്ലാതിരുന്ന മനുഷ്യരെ കൂട്ടി കടന്നു ചെല്ലുകയും ചെയ്തു. ഗാന്ധിജി അവിടെ നിന്നിട്ട് അന്ന് സംസാരിച്ചതായി പഴയ ആൾക്കാരിൽ ചിലർ പറഞ്ഞു കേട്ട ഒരു കാര്യം,
നിങ്ങളുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമായിരുന്നു. എന്നിട്ട് അദ്ദേഹം തൊട്ടടുത്തൊരു ഒരു കുന്നിൽ നിന്നിട്ട് മറ്റൊരു കുന്നിലേക്ക് ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മറ്റൊരു സ്കൂളുണ്ടായി. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പിന്നീട്. അതായത് ഗാന്ധിജി ചൂണ്ടിയ കുന്നിൽ ഒരു സ്കൂളുണ്ടായി. ആ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഈ ഗ്രന്ഥശാല കടന്നു വരുന്നതിന് ഈ ഗാന്ധിജിയുടെ സന്ദർശനവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാടിനാവശ്യമാണ് എന്നുള്ള ആ ഉപദേശവും ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു ആഗ്രഹവും ഒരു കാരണമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള സാധാരണക്കാരായ വായനയോട് താല്പര്യമുള്ള, മറ്റുള്ളവർ വായിക്കണമെന്ന് താല്പര്യപ്പെടുന്ന, സ്വാതന്ത്ര്യാഭിമുഖ്യമുള്ള മനുഷ്യർ ചേർന്നിട്ടാണ് ഈ ഗ്രന്ഥശാല ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ ആ ഗ്രന്ഥശാലയിലാണ് ഞാൻ പിന്നീട് വായിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അത് നമ്മളീ പറയുന്ന ഈ വലിയ ഗ്രന്ഥശാലകളൊക്കെ കണ്ടവർക്കൊന്നും അതൊരു ഗ്രന്ഥശാലയാണോ എന്നൊക്കെ തോന്നുന്നു. ഞാൻ കുട്ടിക്കാലത്ത് അവിടെ പോകുമ്പോഴത്തേക്ക് അതൊരു ചെറിയൊരു ഓല കെട്ടിയ മുറിയിൽ ഒരു ഡെസ്കുണ്ട്, ബെഞ്ചുണ്ട്, പിന്നെ 2-3 അലമാരകളുമുണ്ട്. തരംതിരിവൊന്നുമില്ല, ആരും തമ്മിൽ വേർതിരിവേ ഇല്ല. അതായത് കഥയും കവിതയും നോവലും ചരിത്രവും ഇതെല്ലാം ചേർന്നിങ്ങനെ കൂടിയിരിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ്. പക്ഷെ അവിടുന്ന് എനിക്ക് കിട്ടിയ നമ്മളീ ഒന്നും അറിയാതെയൊക്കെ ആയിരിക്കും ചില പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച, ഞങ്ങളുടെ കുട്ടിക്കാലത്തെ വിസ്മയിപ്പിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് പൊറ്റക്കാടിൻ്റെ ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അത് നമ്മുടെയൊക്കെ ഒരു നാടാണ് എന്നൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ പല പുസ്തകങ്ങളും നമുക്ക് ഇഷ്ടമാകുന്നത്. ചില കഥാപാത്രങ്ങൾ, ചില ആൾക്കാരുടെ പേരുകൾ, ചില സംഭവങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളെ ഈ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പുസ്തകം കൊണ്ടുവച്ച് വായിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ചില ഭക്ഷണം കഴിച്ചിട്ട് തീരരുത് എന്ന് പറയും. ചിലരുടെ സാന്നിധ്യം നമ്മൾ വിചാരിക്കും ഇല്ല അവർ പോകരുത്, നമ്മുടെ കൂടെ ഇപ്പം കൂടുതൽ ചിലവഴിക്കണം എന്നൊക്കെ തോന്നുമല്ലോ ചിലരുടെ സാന്നിധ്യം. ചില പാട്ട് കേൾക്കുമ്പോൾ അതൊരിക്കലും തീരരുത്. അതുപോലെ ഈ പുസ്തകം എനിക്ക് തോന്നി, ഈ പുസ്തകം ഇങ്ങനെ തീരാൻ പാടില്ല, ഇത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ആ ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകം പിന്നെയും വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് ആഗ്രഹം തോന്നുന്ന ഒരു പുസ്തകമായിട്ട് കുട്ടിക്കാലത്ത് വായിച്ച ഒരു പുസ്തകം അതായിരുന്നു. പിന്നൊന്ന് ഞങ്ങളുടെ ഈ ലൈബ്രറി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ആ ലൈബ്രറിയിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അവിടുത്തെ സാധാരണ മനുഷ്യർ വന്നിട്ട് അവിടെ ഇരുന്ന് പുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ വന്നിട്ട് പുസ്തകം വായിക്കുന്ന ഒരു ചിത്രം ഇല്ലെങ്കിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രമൊക്കെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നൊന്ന് ഈ ഗ്രന്ഥശാല, ഞങ്ങളുടെ ഗ്രന്ഥശാല, ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഗ്രന്ഥശാല ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു നന്മ നിറഞ്ഞ ഇല്ലെങ്കിൽ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരു കാര്യം 1948 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രോഗാതുരനായി കഴിഞ്ഞ ഒരു സമയത്ത് EM കോവൂർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്, അദ്ദേഹം രോഗശയ്യയിലാണ് എന്നുള്ളൊരു വാർത്ത പുറത്തു കൊണ്ടുവരികയും ആളുകളിൽ നിന്ന് സഹായം വേണ്ടതുണ്ട് എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തുകയൊക്കെ ചെയ്യുന്നത്. എപ്പോഴും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ നാട്ടിലെ വായനക്കാർ, വളരെ സാധാരണക്കാരായ മനുഷ്യർ, അത് കർഷക തൊഴിലാളികളായ മനുഷ്യർ, ചുമടെടുക്കാൻ പോകുന്നവർ, ചന്തയിൽ പോകുന്നവർ, അത്തരം മനുഷ്യരെല്ലാം കൂടി ചേർന്ന് ഒരു പിരിവെടുത്തിട്ട് ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ നിന്ന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്ന് മാത്രമല്ല അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചൊരു കത്തും അയക്കുകയുണ്ടായി. അതൊക്കെ ഒരു ഗ്രന്ഥശാലയുടെ ചരിത്ര മുഹൂർത്തങ്ങളാണ്. ഇത്തരം ചരിത്ര മുഹൂർത്തങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ ഈ വൈകാരിക ചരിത്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എല്ലാ ഇതിനും അത്തരം ഒരു വൈകാരിക ചരിത്രമുണ്ട്. അതായത് ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുന്നതിന് ആ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രമാണ് അതിനു വേണ്ടി ഉത്സാഹിച്ചത്, ഇല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ചവരാരാണ്, ഇല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥലം കൊടുത്തവരാരാണ്. അത്തരം സന്ദർഭങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ചരിത്രത്തിലേക്ക് വന്നിട്ടില്ല. അത് പക്ഷേ തീർച്ചയായിട്ടും വരേണ്ട ഒരു വൈകാരിക ചരിത്രം, അതിനാണ് ജീവനുള്ളത് യഥാർത്ഥത്തിൽ. അത്തരം ചരിത്രമേ ജീവിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ചിലപ്പോഴും നമ്മളതിൻ്റെ കാലഗണനയൊക്കെ അനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ അതല്ല, ഇത് ചിലപ്പോഴും നമ്മൾ ആ മനുഷ്യർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഒരിക്കലും മറക്കാത്ത മനുഷ്യരായി, വലിയൊരു അജയ്യരായ മനുഷ്യരായൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും.
ഞാൻ ആദ്യമായി കടന്നു ചെല്ലുന്ന ഗ്രന്ഥശാല സരസ്വതി മന്ദിരം എന്ന് പറയുന്ന ഗ്രന്ഥശാലയാണ്. അത് 1945 സ്ഥാപിക്കപ്പെട്ട ഗ്രന്ഥശാലയാണ്. ഒരു പത്രം മാധവൻ പിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇലിപ്പറ മാധവൻ പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അതിലൊരു നാട്ടുകാരെ വിളിച്ചിരുന്ന പത്രം, ഇന്ന് പത്രവിതരണമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു കുഞ്ഞികൃഷ്ണപിള്ള ശാസ്ത്രികൾ, നാരായണ ശാസ്ത്രികൾ, അയ്യപ്പൻ പിള്ള തുടങ്ങിയവർ ചേർന്നിട്ടാണ് ഈ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത്. അന്ന് ഏകദേശം 1000-ലധികം പുസ്തകങ്ങൾ അവർ വീടുകളിൽ നിന്ന് ശേഖരിച്ചു. എന്നിട്ട് ഇത് അടുക്കി വയ്ക്കുകയല്ല, ഒരു സ്ഥലത്ത് ശേഖരിച്ച് വയ്ക്കുകയല്ല, വീടുകളിൽ കൊണ്ട് നടന്ന് ഇത് വിതരണം ചെയ്തു. പല സമയത്തും ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം മന്ദീഭവിച്ചൊക്കെ പോയി. അപ്പോഴേക്കും ഈ മാധവൻ പിള്ള എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കാണ് പിന്നീട് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും നിരവധി കാലം നടത്തിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തത്. ഇന്നും ആ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ട്. ഈ സരസ്വതി മന്ദിരം ഗ്രന്ഥശാല കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു നവരാത്രി കാവ്യോത്സവ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് ആ ഗ്രാമത്തിൻ്റെ 9 സ്ഥലങ്ങളിൽ ഒരു പുസ്തകത്തെക്കുറിച്ച്, ഒരു കവിയെക്കുറിച്ച്, കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ സ്ഥലത്തായിരിക്കും ഈ യോഗം വിളിച്ചു ചേർക്കുക. എന്നിട്ട് അവിടെ തന്നെ ഈ യോഗം വിളിച്ചു കൂട്ടിയ ഒരു വൈകുന്നേരം ആ നാട്ടിലോ പുറത്തോ ഉള്ള ഒരാൾ വന്നിട്ട് ആ കവിതയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുക. അതൊരു വലിയൊരു വെളിച്ചമാണ് യഥാർത്ഥത്തിൽ. ഒരു ഗ്രന്ഥശാല കുറേ സ്ഥലങ്ങളിൽ കൂടി കടന്നു ചെല്ലുന്നു, എഴുത്തുകാർ കടന്നു ചെല്ലുന്നു, അവരുടെ കാവ്യങ്ങൾ ഇല്ലെങ്കിൽ കവിതകൾ കടന്നു ചെല്ലുന്നു, അവരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ വലിയൊരു കർമ്മം ഈ ഗ്രന്ഥശാല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഗ്രന്ഥശാല സർഗകൈരളി എന്ന് പറയുന്ന ഗ്രന്ഥശാല, അത് കാഞ്ഞാമ്പാറ, ഈ കോഴിക്കോടിന് തൊട്ടടുത്ത് തന്നെ. അവിടെ ഒരു മാറാങ്കുന്ന് എന്ന് പറയുന്നൊരു കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു നോവലിൽ പറഞ്ഞിട്ടുള്ളൊരു കുന്നാണ് ഈ മാറാങ്കുന്ന് എന്ന് പറയുന്നത്. മാറാങ്കുന്നും മണിമലക്കുന്നും അതിനിടയിലുള്ള സ്ഥലമാണ് ഈ കാഞ്ഞാമ്പാറ. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ സർഗകൈരളി എന്ന് പറയുന്ന ഗ്രന്ഥശാല. സർഗകൈരളി ഗ്രന്ഥശാലയിലെ ചെറുപ്പക്കാർ ചെയ്യുന്നത്, അവർ വർഷങ്ങളായിട്ട് ഈ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്നത് നിർധനരായ സ്ത്രീകളെ അവർക്ക് വേണ്ടിയിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. എത്രയോ വർഷമായിട്ട് അവർ നിരന്തരം, അത് എത്രമാത്രം ചിലവേറിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഈ സർഗകൈരളിയുടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഗ്രന്ഥശാലയുള്ളത് സംസ്കൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാലയുള്ളത്. സംസ്കൃതി ഗ്രന്ഥശാല ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നാടകോത്സവങ്ങൾ സംഘടിപ്പിക്കുകയാണ്. KPSC ലളിതയുടെ പേരിൽ ഒരു നാടകോത്സവം KPSC ലളിത മരിച്ചതിന് ശേഷം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, KPSC ലളിതയുടെ പേരിൽ ഒരു പുരസ്കാരവും നാടക പ്രവർത്തകർക്ക്, അത്ര പ്രശസ്തരായ നാടക പ്രവർത്തകരൊന്നും ആയിരിക്കണം, പക്ഷേ നാടകത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ചില മനുഷ്യരുണ്ടാവും. അവരെ കണ്ടുപിടിച്ച് അവർക്കൊരു പുരസ്കാരം കൊടുക്കുന്ന പരിപാടി. എനിക്കൊന്ന് KPSC ലളിതയുടെ പേരിൽ അങ്ങനെ വലിയ നാടകോത്സവങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യം തന്നെ എനിക്ക് സംശയമുണ്ട്. അതായത് ഒരു അഭിനേത്രിയുടെ പേരിൽ നടക്കുന്ന ഒരു നാടകോത്സവം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, തെള്ളിക്കച്ചാൽ ഒരു ഫിനിക്സ് ഗ്രന്ഥശാലയുണ്ട്. തനി ഗ്രാമം, ഒരു നാട്ടുമ്പുറമാണ്. അവിടെ ഒരു KS മനോജ് എന്ന് പറയുന്നൊരു കോളേജ് അധ്യാപകനും രതീഷ് തെള്ളിക്കച്ചാൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനും കൂടിയാണ് ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ അവരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് പുസ്തകം, സിനിമ, കട്ടൻ ചായ എന്ന് പറയുന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഒരു ലോക സിനിമ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമ അവിടെ കാണിക്കുന്നു. എല്ലാവർക്കും കട്ടൻ ചായയും അവിടെ കൊടുക്കും. പിന്നൊന്ന്, അവരൊരു കളരീവനം എന്ന് പറയുന്നൊരു, അതിൻ്റെ തൊട്ടടുത്ത് കൂടി വാമനപുരം 6 ഒഴുകുന്നുണ്ട്. അവിടെ അതിൻ്റെ തീരത്ത് മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നുണ്ട്. അവർ മരങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ട് വെറുതെ പോവുകയല്ല, അത് കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ചെയ്തത്, ഒരു വായനക്കാരന് പെൻഷൻ കൊടുക്കുന്നുണ്ട്. നല്ല മികച്ച വായനക്കാരെ കണ്ടെത്തിയിട്ട് അവർക്കൊരു പെൻഷൻ പദ്ധതി, എല്ലാ മാസവും ചെറിയൊരു പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതി. പിന്നെ അവർ തന്നെ ഒരു വായന സപ്താഹം പോലെ നടത്തിയിട്ടുണ്ട്. അതായത് അവിടെ വരുന്ന ആർക്കും ഒരു പുസ്തകം എടുത്ത് വായിക്കാം. ഒരു ദിവസം മുഴുവനാണ് ഇങ്ങനെ വായന നീണ്ടുപോവുകയാണ്. ഇങ്ങനെ ഇഷ്ടമുള്ള പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് വായിച്ചു പോകാവുന്നുള്ള പരിപാടി. ഇത് ഞാൻ ഈ പറയുന്നത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രന്ഥശാലകളെ പറ്റിയാണ്. പിന്നെ തൊട്ടടുത്ത് ഒരു സമന്വയ ഗ്രന്ഥശാല എന്ന് പറയുന്ന ഗ്രന്ഥശാലയാണ്. നമ്മുടെ റഹീം MP ആയിട്ടുള്ള റഹീം
റഹീം ഡോക്ടർ. അദ്ദേഹം ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന ഗ്രന്ഥശാലയാണ് ഈ സമന്വയ ഗ്രന്ഥശാല. തൊട്ടടുത്ത് തന്നെ ഒരു NN ഗ്രന്ഥശാലയുണ്ട്, മറ്റടുത്തൊരു സോമശേഖരൻ നായർ ലൈബ്രറി ഉണ്ട്, കൊഞ്ചിറ ഒരു കൈരളി ഗ്രന്ഥശാലയുണ്ട്, യുവധാര ഗ്രന്ഥശാലയുണ്ട്, ആലിയാൾ ഒരു യുഗപ്രഭ ഗ്രന്ഥശാലയുണ്ട്. അങ്ങനെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന നല്ല വ്യത്യസ്തമായിട്ടുള്ളത്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈ യുഗപ്രഭ എന്ന് പറയുന്ന ഗ്രന്ഥശാലയുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു വളരെ ചെറുപ്പമായിട്ടുള്ളൊരു പെൺകുട്ടി. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ പ്രവർത്തിക്കുന്ന, അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ഗ്രന്ഥശാലകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇത് പലതും വിട്ടുപോയിട്ടുണ്ട്, എങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് ചില ഓർമ്മയിലുള്ള ഗ്രന്ഥശാലകളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. ലൈബ്രറി ഞങ്ങളുടെ നാട്ടിലെ ഗ്രന്ഥശാലയുടെ ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. അതിൽ ഞങ്ങളുടെ സരസ്വതി മന്ദിരം ഗ്രന്ഥശാല, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ഗ്രന്ഥശാലകളുണ്ട്. സർഗ കൈരളി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാല ഞങ്ങളുടെ നാട്ടിൽ ഉള്ളൊരു, സംസ്കൃതി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥശാല, ഫിനിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാല ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു തെള്ളിക്കച്ചാല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അതുള്ളത്. അതൊരു രതീഷ് തെള്ളിക്കച്ചാലും ഒരു മനോജ് എന്ന് പറയുന്ന 2 പേരാണ് അതിൻ്റെ പ്രധാന പ്രവർത്തകർ. മനോജ് കോളേജ് അധ്യാപകനാണ്. അപ്പോൾ അവർ ഇടയ്ക്ക് ചെയ്തൊരു ഈ പുസ്തകങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അഖണ്ഡ പുസ്തക പാരായണം സംഘടിപ്പിച്ചു. അതായത് അവർ ചെയ്തത്, ഒരു ആർക്ക് വേണമെങ്കിലും ആ ലൈബ്രറിയിൽ വരിക, തറയിൽ ഇരിക്കാം, അല്ലെങ്കിൽ കസേരയിൽ വേണമെങ്കിൽ ഇരിക്കാം, ഇഷ്ടമുള്ള പുസ്തകത്തിൻ്റെ ഒരു ഭാഗം വായിക്കും. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കണം, 1-2 ദിവസം മുഴുവൻ ആളുകൾ വന്നിട്ട്, കുട്ടികളും മുതിർന്നവരും അവിടെ പരിപാടിക്ക് വരുന്നവരൊക്കെ ഈ പുസ്തകം എടുത്തിട്ട് വായിക്കുകയാണ്, ഈ പുസ്തകം വായിക്കുകയാണ്. എന്ന് മാത്രമല്ല, വൈകിട്ടായപ്പോഴത്തേക്ക് അവർ ചെയ്തത് ഒരു പുസ്തക പൊങ്കാല കൂടി നടത്തി. അതായത് പുസ്തകം അടുത്ത് വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും അപ്പോഴും ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ ഗ്രന്ഥശാലയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പുസ്തകം പുറകിൽ വയ്ക്കുന്നു, അവിടെ ഒരു പൊങ്കാല ഇടുന്നു. ഇതൊരു ശരിയാണോ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു പുസ്തകത്തെ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്കൊരു മാർഗ്ഗം എന്നുള്ള നിലയിലാണ്, ഇല്ലെങ്കിൽ അതിനെ ആ ഗ്രന്ഥശാലയിലേക്ക് ആളുകളെ എത്തിക്കാനെന്നുള്ളൊരു മാർഗ്ഗം എന്നുള്ള നിലയിലാണ് അവർ ചെയ്തത്. അപ്പോൾ അത്തരം പുതിയ പരിപാടികൾ ഒരു ഗ്രാമത്തിൽ നടന്നൊരു കാര്യമാണ്. ഞാൻ അതിൽ പങ്കെടുത്ത ഒരാളാണ്. ഈ സംസ്കൃതി എന്ന് പറയുന്ന ഗ്രന്ഥശാല കേരളത്തിൽ ആദ്യമായിട്ട് KPSC ലളിതയുടെ പേരിൽ ഒരു നാടകോത്സവം നടത്തുന്നവരാണ്. അതൊരു സ്ത്രീയുടെ പേരിൽ ഒരു ആക്ട്രസിൻ്റെ പേരിൽ ഒരു നാടകോത്സവം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിരിക്കും. അത്തരം ചിന്തകൾ ഇവരിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള. അത് ഞാൻ പറഞ്ഞതുപോലെ ഭാവനാശാലികളായ മനുഷ്യർ ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വായന എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നമുക്ക് അത്ര വായനയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരെ നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ഗ്രന്ഥശാലകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു അത്ര പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കെട്ടിടം മാത്രമായി അവിടെ ഇരുന്ന് പോകും. അതിൻ്റെ അകത്ത് കുറച്ച് പുസ്തകങ്ങൾ, ജീവനില്ലാത്ത പുസ്തകങ്ങളുമായിട്ട് അവിടെ ഇരുന്ന് പോകും. അതൊരു പുസ്തകങ്ങളുടെ ഒരു ശവക്കൂന എന്നൊക്കെ പറയുന്നത്. അവിടെ നിന്ന് ഈ പുസ്തകങ്ങൾക്കൊരു ജീവൻ വേണമെങ്കിൽ അതിൽ മനുഷ്യർ ചെന്ന് തൊടുകയും അത് വായിക്കുകയൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമുക്ക് ഒരു നാട്ടിലൊരു ഗ്രന്ഥശാലയ്ക്ക് വേണ്ടിയിട്ട് ഏതൊരാളിനെയും നമുക്ക് സമീപിക്കാൻ പറ്റും. ഏതൊരാളിനെ സമീപിച്ചാലും ഇന്നത്തെ കാലത്ത് അവർ അതിനായിട്ട് ഒരു വിമുഖത കാണിക്കില്ല എന്നുള്ളൊരു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അത് അക്ഷരാഭ്യാസമുള്ള മനുഷ്യരോ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്ന മനുഷ്യരോ ഏത് മനുഷ്യരാകട്ടെ നമുക്ക് ധൈര്യപൂർവ്വം സമീപിക്കാവുന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഗ്രന്ഥശാല എന്ന് പറയുന്നൊരു പങ്ക്തി ഗ്രന്ഥാലയത്തിൽ തുടങ്ങിയിരുന്നു. അത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരൊക്കെ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നിങ്ങളെ ഗ്രന്ഥശാല സ്വാധീനിച്ചത്, ഏത് ഗ്രന്ഥശാലയാണ് പോയി വായിച്ചത് എന്നുള്ളതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരിതായിരുന്നു. അപ്പോഴതിൻ്റെ അകത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന ജയകുമാർ സാർ അതിൻ്റെ അകത്തൊരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം മണ്ണന്തലയ്ക്കടുത്തുള്ളൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തകനായതിൻ്റെ കഥയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്.
അദ്ദേഹം പറഞ്ഞ കാര്യം IAS അന്ന് എത്തിയിട്ടില്ല. അതിന് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ലൈബ്രറിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത്. അദ്ദേഹം എന്നിട്ട് ആ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ പല സ്ഥാപനങ്ങളുടെയും മേലധികാരിയായിരിക്കുകയും ചീഫ് സെക്രട്ടറി ആയിരിക്കുകയും ചെയ്ത കാലമുണ്ടായിട്ടുണ്ട് എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും ഏറ്റവും വലിയൊരു അധികാരം കയ്യിലുണ്ട് എന്ന് തോന്നുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്തിരുന്ന കാലം ഞാൻ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരുന്ന കാലമാണ് എന്ന് അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഗ്രന്ഥശാല മാറിയിട്ടുള്ളതിനെപ്പറ്റി അദ്ദേഹം പറയുകയാണ് അതിൻ്റെ അകത്ത് കൂടി. ഞാൻ അതേ വാക്കുകളല്ല, ഏകദേശം അതിന് സമാനമായ വാക്കുകളാണ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഏതൊരു എഴുത്തുകാരനെ എടുത്തു നോക്കൂ, അവരുടെ എല്ലാം ജീവിതത്തിൽ, ശ്രദ്ധേയരായ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രന്ഥശാല ഉണ്ടാകും. അപ്പോൾ പുതിയ തലമുറകളും നമ്മൾക്ക് അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഗ്രാമത്തിലൊരു ഗ്രന്ഥശാല ഉണ്ടാവും. അത്രയും നിങ്ങൾ കാണുന്ന പോലെ അത്രയും മഹത്തരമായ ഒരുപാട് പുസ്തകങ്ങളുള്ള, ഒരുപാട് റാക്കുകളുള്ള ഒരു ഗ്രന്ഥശാല ആയിരിക്കില്ല. പക്ഷേ അവിടെ ഒരു ഗ്രന്ഥശാല ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലണം, അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുക്കണം. നിങ്ങളിൽ കൂടി ഈ ലോകം, ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട് എന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നും നിങ്ങൾ അവിടെ നിന്നാണ് വായിച്ചത് എന്ന് അറിയാനും നിങ്ങളുടെ നാട്ടിലെ ഗ്രന്ഥശാല ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഗ്രന്ഥശാലയിൽ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തകഴിയുടെ കയർ ഇറങ്ങിയ സമയത്ത് വലിയ പുസ്തകമാണല്ലോ, അതിനുവേണ്ടി ആളുകൾ വലിയ രീതിയിൽ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് പുസ്തകങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിയതായിട്ട് പഴയ ചില പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമാണ്. എന്തെന്ന് പറഞ്ഞാൽ കയറിനെ പോലെ വലിയൊരു മുന്തിയ കൃതി, വലിപ്പമുള്ളൊരു കൃതിക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതിങ്ങനെ എനിക്കിപ്പോഴും കേൾക്കുമ്പോഴും ഒരു വിസ്മയം തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരായ മനുഷ്യർ ഇങ്ങനെ അതിനുവേണ്ടി തകഴിയുടെ കയറിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നല്ലോ എന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് പോലും തകഴിയുടെ കയർ എത്ര പേര് അതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതൊരു സംശയമുണ്ട് അതിൻ്റെ അകത്ത്.